ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന നാഗരാജ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് മണ്ണാറശാല ആയില്യം. തുലാമാസത്തിലെ ആയില്യം നക്ഷത്ര ദിവസം ക്ഷേത്രത്തിലെ നാഗവിഗ്രഹങ്ങൾ ഘോഷയാത്രയായി ബ്രാഹ്മണ ഇല്ലത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നൂറും പാലും കുരുതി, വേവിച്ച അരി എന്നിവ സമർപ്പിക്കുന്നു. ദമ്പതികളായിരുന്ന വസുദേവനും ശ്രീദേവിയും കുട്ടികളില്ലാതിരുന്ന ദുഃഖത്താൽ ഈശ്വരഭജനവുമായി കഴിയുകയായിരുന്നു. ഇല്ലത്തിനടുത്തുള്ള കാവിലെ നാഗരാജാവിനെയായിരുന്നു അവർ പൂജിച്ചിരുന്നത്. ആ സമയത്ത് കാവിനു ചുറ്റുമുള്ള വനത്തിൽ കാട്ടുതീ പടർന്നു. അഗ്നിയിൽ പെറ്റ് മരണവെപ്രാളത്തിൽ വന്ന നാഗങ്ങളെ ദമ്പതികൾ അവരാലാവുന്ന വിധം പരിചരിച്ചു. സർപ്പപ്രീതിയാൽ ശ്രീദേവി അന്തർജനം ഗർഭവതിയാവുകയും 2 കുട്ടികൾക്ക് ജന്മം നൽകുകയും ചെയ്തു. ഒരാൾ മനുഷ്യശിശുവും മറ്റൊരാൾ 5 തലയുള്ള സർപ്പശിശുവുമായിരുന്നു. ആ സർപ്പശിശു അവിടെ ചിരംജീവിയായ നാഗരാജാവായി വാഴുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. വർഷത്തിലൊരിക്കൽ മാതാവിന് നാഗരാജാവിനെ നേരിട്ട് കാണാൻ അവസരം നൽകിയതിന്റെ ഓർമ്മയ്ക്കായാണ് ആയില്യം പൂജ നടത്തുന്നത്. സ്ത്രീയാണ് ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിണി. മണ്ണാറശാല അമ്മ എന്നറിയപ്പെടുന്ന പൂജാരിണി ഭക്തർക്ക് നാഗദൈവങ്ങളുടെ പ്രതിരൂപമാണ്. കന്നി, തുലാം, കുംഭമാസങ്ങളിലെ ആയില്യവും ശിവരാത്രിയുമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷദിനങ്ങൾ. ഇവിടുത്തെ പ്രധാന വഴിപാടാണ് സന്താനഭാഗ്യത്തിന് ഉരുളി കമിഴ്ത്തൽ. വ്രതാനുഷ്ഠാനത്തോടെ ക്ഷേത്രത്തിലെത്തുന്ന ദമ്പതികൾക്ക് ഓട്ടുരുളി ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്നു. അത് ക്ഷേത്രത്തിനു ചുറ്റും 3 തവണ പ്രദക്ഷിണം വെച്ച് നാഗരാജാവിന്റെ നടയിൽ സമർപ്പിക്കണം. തുടർന്ന് ദമ്പതികൾ ഇല്ലത്ത് ചെന്ന് അമ്മയെ ദർശിച്ച് അനുഗ്രഹം തേടണം. നടയ്ക്ക് വെച്ച ഉരുളി അമ്മ നിലവറയിൽ കമിഴ്ത്തിവെക്കും. കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ 6-ാം മാസം വന്ന് ഉരുളി നിവർത്തണമെന്നാണ് വിശ്വാസം.